ഹലോ, എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. 1166 എന്നൊരു മോഡലുണ്ട്, പല സൈസ് ഉണ്ടെന്ന് പറയുന്നു. അതിലെല്ലാവർക്കും ഡൗട്ട് ക്ലിയറൻസിലുള്ള വീഡിയോ ആണ്. ഇത് 1166S 100 കിലോ സപ്പോർട്ട് ചെയ്യണേ. ഇത് 1166M 120 കിലോ സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടാൽ രണ്ട് വണ്ടി ഒരുപോലെ ഇരിക്കും, ഒരു വ്യത്യാസമില്ല. ഈ സൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫ്രണ്ട് വീഡിയോയിൽ ഒരു വ്യത്യാസമൊന്നുമില്ല, ഒരേ സൈസായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഒരേ സൈസ്, ഒരേ ഫ്രെയിം. ഇനി കാണിച്ചു തരാം വ്യത്യാസം എന്നാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ടയർ നോക്ക്. ഫ്രണ്ട് ടയർ രണ്ട് സൈസ് അല്ലേ. ടയറിൻ്റെ ലെങ്ത്ത് കണ്ടോ, റൗണ്ടും കുറവാണ്, റേഡിയസ് കുറവാണ്. ഇതിന് കുറവായിരിക്കും, ഇതിന് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോഴേ ലെങ്ത്ത് കണ്ടോ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും ഡൗട്ടാണ് എപ്പോഴും. ഈ ഡിഫറൻസ് കണ്ടോ, ഇത്രയും ലെങ്ത്ത് കൂടുതലും കുറവുണ്ട്. അതുപോലെ സ്പേസും അത്രയും കുറവുണ്ടാവും. ഇത് 100 കിലോ 120 കിലോ എമ്മും എസ്സും ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരും, അകത്തിരിക്കും. ഇതിൻ്റെ അകത്ത് ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിലുണ്ടാവും, ഞാൻ ഇരിക്കുന്നില്ല, അപ്പോൾ പുറത്തായിരിക്കും ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിൽ നിന്നുള്ള വ്യൂ, ഇതിൻ്റെ ഹൈറ്റ് നോക്കിയാൽ മതി. ഹൈറ്റും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കുറച്ച് ഹൈറ്റ് കുറവുണ്ടാവും, ഇതിന് ഹൈറ്റ് കൂടുതലാണ്. ടയർ സൈസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബാക്കിൽ നിന്ന് നോക്കിയാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഹൈറ്റും ലെങ്ത്തും വ്യത്യാസം ഉണ്ടാവും. സ്റ്റെപ്പിന് വലിയ വണ്ടിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഷോപ്പ് പീസാണ്. ബാക്കി ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും. ഡിഫറൻസ് കാണില്ല. ചുമ്മാ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിനും ഡിഫറൻസ് അറിയാൻ പറ്റില്ല. കുറേ പേര് ഓരോ ഡൗട്ടിൽ ചാടുന്നുണ്ട്. ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അത് നോക്കിയെടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കാണും. ഫുള്ള് വീഡിയോ കാണുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. സ്റ്റോക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.